നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 5. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 5. ഇന്ന് 1-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് 1-ാമത്തെ ശ്ലോകം എല്ലാം കൂടി എന്താണെന്ന് പറയുക, ആമുഖമായിട്ടും എല്ലാം കൂടി 4 എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അതിന് രാഗവുമില്ല, അതിനോടുള്ളൊരു അനുരാഗം മതി. അക്ഷരങ്ങൾ പെറുക്കി പറയാം, അക്ഷരങ്ങൾ മിസ്സാവരുത്. എന്നാൽ ചില അക്ഷരങ്ങൾ കൂട്ടേണ്ടി വരും. എന്തിനാണ് കൂട്ടണത് എന്ന് വിചാരിച്ചാൽ, നമ്മൾ സംസ്കൃതം പഠിച്ചവരായിരിക്കില്ല. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ മലയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്ന സ്റ്റേജിൻ്റെ പേര് തന്നെ കേരള ഭാഷോപാസന. സ്തന്യം പാനം ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃഭാഷ മറക്കരുത്. അപ്പോൾ നിങ്ങൾ മാതൃഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അതുണ്ടാക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും നിവൃത്തിയിൽ മലയാളം നന്നായിട്ട് വായിച്ച് പഠിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ എൻ്റെ സ്പീഡിൽ, ഞാൻ പറയുന്ന സ്പീഡിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. വെറുതെ പാത്രം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ 2-ാമത്തെ ശ്ലോകം? നൈമിഷേ സുതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ ബ്രവീത്. ഇവിടെ ആ ശൗനകോ കഴിഞ്ഞിട്ടൊരു എഫ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു എഫ് ഉള്ളൂ വിചാരിച്ചാൽ അകാരം കൂട്ടി വായിക്കണം എന്നാ, അല്ലെങ്കിൽ അകാരം ഉണ്ട് അവിടെ. അകാരം സംസ്കൃതത്തിലുള്ളത് കൂട്ടക്ഷരങ്ങളാണ്. അത് ഞാനും പഠിച്ചിട്ടില്ല. അതേമാതിരി ഞാൻ ആദ്യം വായിച്ചു ആദ്യത്തെ വരി നൈമിഷേ സൂതമാസീനം. അവിടെ ശരിക്ക് സൂതമാസീനമഭിവാദ്യാന്ന. അങ്ങനെ വായിച്ചാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ ചില സ്ഥലത്തിൽ ഈ അകാരം വരുമ്പോൾ ദീർഘം കൂട്ടി അകാരം പ്രയോഗിച്ചാലേ വാക്കിനർത്ഥം കിട്ടുള്ളൂ. അപ്പോൾ വാക്കിനർത്ഥം കിട്ടിയാലേ ഭാവാർത്ഥം വരുള്ളൂ. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, ശ്രോതാക്കളിൽ സംസ്കൃത വിദ്വാൻമാർ പണ്ഡിതന്മാരോ പണ്ഡിതകളോ ഉണ്ടെങ്കിൽ അവരെ എന്നോട് പൊറുക്കും വേണം. ഞാൻ ഇങ്ങനെയാണ് വശാക്കിയത് മനസ്സിലെ. കാരണം എൻ്റെ താല്പര്യത്തിന് മൂലം വാങ്ങി പഠിക്കുക ചെയ്തത്. പക്ഷേ എനിക്ക് 2001 നവംബർ മാസത്തിൽ എൻ്റെ ആദ്യത്തെ സപ്താഹം കഴിഞ്ഞപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ അതിഗംഭീരനായിരിക്കുന്ന ശ്രീ 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 അണ്ണ എന്ന് പറഞ്ഞാൽ ഏട്ടനെ അർത്ഥമുള്ള എല്ലാവരും അദ്ദേഹത്തിന് ബഹുമാന പുരസ്സരം അണ്ണാന്നാണ് വിളിക്കുക. അങ്ങനൊരു മഹാനുഭാവൻ്റെ ആദ്യകാലത്തെ ശിഷ്യനായ ചന്ദ്രശേഖര ശർമ്മ, ബോംബെ ചന്ദ്രുന്ന് നിക്നെയിമിൽ വിളിക്കും. എൻ്റെ അത്ര പ്രായമില്ല അദ്ദേഹത്തിന്, പക്ഷേ അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹം ആദ്യകാലത്ത് മലയാളം കുറേശ്ശേ പറഞ്ഞിരുന്നുള്ളൂ, ഒരു 10%. അപ്പോൾ 2002 ഫെബ്രുവരി 24 ബോംബെയിലെ ചഡ്ഡാനഗറിൽ സുബ്രഹ്മണ്യ സമാജം പറഞ്ഞിട്ട് വലിയൊരു ക്ഷേത്ര സമുച്ചയമുണ്ട്. അതിൽ ഗുരുവായൂരപ്പനും പ്രതിഷ്ഠയുണ്ട്, അയ്യപ്പനൊക്കെ ഉണ്ട്. 4th ഫ്ലോറിലാണ് പ്രതിഷ്ഠയൊക്കെ. അപ്പോൾ ബേസ്മെൻറ്റിൽ ഹാളിൽ വെച്ചിട്ടാണ് സപ്താഹം നടക്കുന്നത്.
ഭക്തിയുടെ പ്രസരിപ്പ് മനസ്സിലാക്കണമെങ്കിൽ കേരളം വിട്ടാലേ അറിയുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസർ വീട്ടിൽ നിന്ന് ഹരേ രാം ജപിച്ചുകൊണ്ട് ചപ്പളാങ്കട്ട ഈ കയ്യിൽ പിടിച്ചിട്ട് ഹരേ രാം പറയണ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ചിലങ്കയ്ക്ക് കെട്ടിയുള്ളത്, അതിനാണ് ചപ്പളാങ്കട്ട എന്ന് പറയുക. ഹരികഥാ കാലക്ഷേപം ചെയ്യണവരാണ് അത് ഉപയോഗിക്കുക അധികം. അതൊക്കെ ആയിട്ട് ഹരിനാമ സങ്കീർത്തനം, അപ്പം ഈ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നിങ്ങൾക്ക് ചിലവർക്ക് ജപിക്കാൻ മടിയുണ്ടാവും. അത് മലയാളമല്ലേ എന്നാവും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. അത് മലയാളമല്ല, അതിന് പേര് കലിസന്ധരണ ഉപനിഷത്ത് എന്നാണ്. കലികാലത്ത് ഹരേ രാമ ജപിക്കുന്നതിൻ്റെ അത്ര പ്രാധാന്യം വേറെ ഒന്നിനുമില്ല. നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഹരേ രാമയാണ്, അത് മനസ്സിലാക്കണം. വിഠല വിഠല പാണ്ഡുരംഗ വിഠല എന്ന് പറഞ്ഞിട്ട് ഈ സമ്പ്രദായ ഭജനക്കാർ പാടും. അത് ഈ മഹാവിഷ്ണുവിനെ പ്രകീർത്തിച്ചു കൊണ്ടാണ്. പക്ഷേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സൺറൈസ് ടു സൺസെറ്റ് വരെ, സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ നിർത്താതെ കണ്ട്, ലിങ്ക് മുറിയാതെ കണ്ട്. പ്രത്യേകിച്ച് തുളസീദളം എന്നുള്ള ഗ്രൂപ്പിനൊക്കെ പറ്റും. അതായത് ഒരു 24 ആൾക്കാരെ സെലക്ട് ചെയ്യുക. കാലത്ത് സൺറൈസിനോട് കൂടി ഹരേ രാമ ജപിക്കുക. വീഡിയോയിൽ ജപിച്ചോളൂ, ലൈവായിട്ട് ജപിച്ചോളൂ. അരമണിക്കൂർ കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം ആരാണ് രണ്ടാമതിരിക്കണത് പറയാൻ. അരമണിക്കൂറൊക്കെ ഹരേനാമം ജപിച്ചൂടെ? നിങ്ങൾ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വിചാരധാരയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി മാറും. കാരണം എന്താ? ഏകാഗ്രത ഉണ്ടാവും, ഭക്തിയിൽ സമ്പുഷ്ടി ഉണ്ടാവും. അപ്പോൾ ഹരേ രാമ എന്നുള്ള മന്ത്രം കലിസന്ധരണ ഉപനിഷത്താണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതറിയണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നൈമിഷേ സൂതമാസീനം എന്നാണ് വായിച്ചത്. അത് കഴിഞ്ഞിട്ട് അഭിവാദ്യ മഹാമതിം, അഭിവാദ്യ എന്നാലല്ലേ അല്ലാണ്ട് അഭിവാദ്യ എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. അഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല. അവിടെ നിർത്തുന്ന വേണം. ശൗനകോ അബ്രവീത് പറഞ്ഞു എന്നർത്ഥം പറയും. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ ഒരു സാമാന്യ അർത്ഥം എന്താ പറയാം? നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്ന മഹാബുദ്ധിമാനായ സൂതനെ വന്നിച്ചിട്ട്, അഭിവാദ്യം ചെയ്യാന്ന് പറഞ്ഞ വന്നിച്ചിട്ട് കഥാമൃതരസത്തെ ആസ്വദിക്കുന്നതിൽ സമർത്ഥനായ ശൗനകൻ പറഞ്ഞു. ഒന്നുകൂടി പറയാം. നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്ന മഹാബുദ്ധിമാനായ സൂതനെ വന്നിച്ചിട്ട് കഥാമൃതരസത്തെ ആസ്വദിക്കുന്നതിൽ സമർത്ഥനായ, അപ്പം നമ്മളും സമർത്ഥന്മാരാവണം, വെറുതെ ആസ്വദിച്ചാൽ പോരാ. സമർത്ഥനായ ശൗനകൻ പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭാഗവതത്തെപ്പറ്റി ആര് ചോദിച്ചു, ആരുത്തരം പറഞ്ഞു എന്ന് കാണിപ്പാനായിട്ടാണ് ആദ്യമായി കഥാരൂപേണ ഉത്ഭവിച്ച രീതിയെ പറയുന്നത്. ഒരു ചോദ്യോത്തരം, കഥ പറയുന്ന പോലെ. ഇത് കഥയെക്കൂടെയാണ്. കുട്ടികൾക്ക് കഷായം കൊടുക്കുമ്പോൾ കയ്യിൽ കൽക്കണ്ടോ ശർക്കരയോ കൊടുക്കും. കുട്ടികൾ കഷായമല്ല കുടിക്കണത്. ഈ കൽക്കണ്ടത്തിനോ ശർക്കരയ്ക്കോ വേണ്ടിയിട്ട് അവർ കയ്പ്പ് രസമുള്ള കഷായം കഴിക്കും. എന്നിട്ട് ഈ ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ വായിലിടും. അപ്പോൾ തത്വങ്ങൾ മാത്രം പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ബോറടിച്ചൊന്ന് വരും, താല്പര്യമില്ലാത്തവർക്ക്. അപ്പോൾ താല്പര്യം ഇല്ലാത്തവർക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കഥകൾ പറഞ്ഞത്. കഥയിൽ ചോദ്യമില്ല. പക്ഷേ ഇത് 12-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ ശുഖബ്രഹ്മ മഹർഷി തന്നെ പറയുന്നുണ്ട്, ഹേ പരീക്ഷിത്തേ, ഞാൻ ഇത്രയും കഥകൾ അങ്ങയോട് പറഞ്ഞു. അതെൻ്റെ ഉദ്ദേശശുദ്ധി
ഈശ്വരൻ്റെ ഉപദേശങ്ങൾ തന്നെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കഥകളുടെ പിന്നാലെ പോവരുത്, ജിയോഗ്രാഫിയുടെ പിന്നാലെ പോവരുത്. ദൃക്കിനെ അനുസന്ധാനം ചെയ്താൽ മതി, ദൃശ്യത്തിൽ ഭ്രമിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചതുർധാമ് പോയിട്ട് സപ്താഹം ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. കാരണം എന്താ, അത് ശരിയല്ല അല്ലേ? അതൊരു തരം കാശുണ്ടാക്കുന്ന കൂട്ടത്തിലാണ്, ഒരു പിക്നിക്കാണത്. അവനവൻ്റെ വീട്ടിൽ വിളക്ക് വെച്ച് ഭാഗവതം വായിച്ച് നിർവൃതി അടയാൻ സാധിക്കാത്തവർക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ നിർവൃതി ഉണ്ടാവുക? അതൊരു പ്രവൃത്തി മാർഗമാണ്. പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും വ്യത്യസ്തമായിട്ട് അറിയണം. രക്ഷപ്പെടാൻ നിവൃത്തി മാർഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരാണ് ചോദിച്ചത്, ആരുത്തരം പറഞ്ഞു എന്ന് കാണിപ്പാൻ ആദ്യമായിട്ട് കഥാരൂപേണ ഉത്ഭവിച്ച രീതിയെ പറയുന്നു. അതെങ്ങനെ? നൈമിഷാരണ്യത്തിൽ ആസനത്തിന്മേലിരിക്കുന്ന, ആസനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചന്തിയിലിരിക്കാതല്ല. ചന്തി എവിടെയാണ് വെച്ചിട്ടുള്ളത്? പീഠത്തിൽ. ഭാഗവതം കയ്യിൽ വെച്ച് വായിക്കരുത്. നിങ്ങൾക്കൊരു, ഞാൻ അറിയുന്ന ആദേശങ്ങൾ, ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി, സാക്ഷാൽ ശ്രീ മുകുന്ദൻ്റെ, ശ്രീഹരിയുടെ, മധുരിഭുവിൻ്റെ രൂപമാണ്. കൃഷ്ണനെ നമ്മൾക്ക് കയ്യിൽ വെച്ചാൽ നിലത്ത് വയ്ക്കുമോ? ആ ഒരു ഭാവം നിങ്ങൾക്ക് ഭാഗവതത്തിനോട് വേണം. കൃഷ്ണനോട് പ്രേമം ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പം നമ്മൾ കരയാൻ പാടുമോ? ഭാഗവതം എടുത്തിട്ട് കരയാൻ പാടുമോ? വിളക്ക് വെച്ചിട്ട് നമ്മൾ കരയാൻ പാടുമോ? പുത്രദുഃഖമാണെങ്കിലും ഭാര്യ ദുഃഖമാണെങ്കിലും ഭർത്താവ് മരിച്ച ദുഃഖമാണെങ്കിലും അമ്മ അച്ഛൻ ആര് എങ്ങനെ മരിച്ചാലും ശരി നമ്മൾ കരയാൻ പാടില്ല. നമ്മൾ കരയാൻ വേണ്ടി ഡിസ്റ്റൈൻ ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ ഡെസ്റ്റിനി ആനന്ദം, പരമാനന്ദമാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധി, നമ്മളെ ജീവിതമെന്ന സന്ധാരണത്തിൽ, ജീവിതയാത്രയുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സായുജ്യം, സാമീപ്യം, സാലോക്യം ഇത്യാദികളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആരും ആരെക്കാട്ടിലും കേമന്മാരുമല്ല, മോശക്കാരുമല്ല. എല്ലാവരും സമഭാവന വേണം. ഇനി ഈ നമസ്കരിക്കുന്നതിനെ പറ്റി എനിക്കൊന്ന് പറയാനുണ്ട്. എന്താ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് മതി, ശരീരം കൊണ്ട് വേണ്ട. കാരണം എല്ലാവരും ശുദ്ധാത്മാക്കളാണ്. അജ്ഞത കൊണ്ട് അന്ധകാരത്താൽ പൊതിയപ്പെടുന്നതിനാൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തിൻ്റെ സ്കെയിൽ എന്താണെന്ന് നമ്മൾക്ക് അറിയാണ്ട് പോയി. അപ്പോൾ സനാതനധർമ്മപ്രകാരം ഒരാൾ വേറൊരാൾക്ക് നമസ്കരിക്കാൻ കാല് നീട്ടിക്കൊടുക്കുന്നത് അല്പത്തരാണ്. ഇത് മനസ്സിലാക്കണം. ഞാൻ ആചാര്യനാണ്, സിംഹാസനം പോലെയുള്ള കസാലയിലിരിക്കുന്നു. അത് ഞാൻ ചാരി ഇരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. കാശും ചെലവിട്ടതിൽ അത് സാരമില്ല. അപ്പം ഞാൻ എന്നെ അറിയുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർ എന്നെ ആചാര്യൻ പറയുന്നുണ്ട്. ശരിയല്ല അത്. ഞാൻ നിങ്ങൾക്ക് ഏട്ടനായിട്ടും അച്ഛനായിട്ടും അമ്മാവനായിട്ടും ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം രാജേട്ടാന്ന് വിളിക്കണം എനിക്കിഷ്ടം. കാരണം എന്താ? അതൊരു സ്ഥാനമാണ്. ആചാര്യൻ എന്നുള്ളൊരു പദവിയാണ്. അതാവശ്യമില്ല. കാരണം എന്താ? ബ്രഹ്മശ്രീ എന്നുള്ള പട്ടത്തിന് അധികാരി സുഖബ്രഹ്മമഹർഷി മാത്രമേ ഉള്ളൂ. ബാക്കി പൂണൂലിട്ടവർ, നിങ്ങൾക്കും പൂണൂലിടാം. പൂണൂല് ആര്യസമാജത്ത് പോയാൽ പൂണൂലിടാം. അതുകൊണ്ട് കാര്യമില്ല. ബ്രഹ്മാനുസന്ധാരണം ചെയ്ത് ബ്രാഹ്മണ്യം നേടണം. അങ്ങനത്തെവരെ നമ്മൾക്ക് പ്രദർശനം ചെയ്ത് തൊട്ട് തലയിൽ വയ്ക്കാം. അവിടെയും നമസ്കാരം പറഞ്ഞിട്ടില്ല. തുടക്കത്തിലാവാം ഭക്തി ഉറയ്ക്കുന്ന രീതിയിൽ. ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം വേണ്ടെന്നാണ്. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ? 9 വയസ്സിലും 90 വയസ്സിലും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ക്യൂ നിൽക്കുകയാണ്, സീനിയർ സിറ്റിസൺ. ഞാൻ ഒരിക്കലും ക്യൂവിൽ നിൽക്കാറ് പതിവില്ല. എനിക്ക് ധാരാളം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാറുമില്ല, ഉപയോഗിക്കില്ല. കാരണം എന്താ? പണ്ടൊക്കെ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുള്ള കാലത്ത്
അദ്ദേഹം ബോംബെയിൽ വന്നിട്ട് അതിൻ്റെ ശേഷം ആഞ്ഞം പിന്നെ കൃഷ്ണൻ നമ്പൂതിരി വന്നിട്ട് ബോംബെയിലൊക്കെ വന്നിട്ട് വളരെയധികം പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ വടക്കേ നടയിൽ കൂടെ കയറി പിന്നെ തൊഴുന്ന സമയത്ത് എന്നാ വന്നോളൂ പറയും. വന്നാൽ നമ്മൾ അപ്രദക്ഷിണമായിട്ടാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പോൾ അവരത് ചെയ്യുന്നത് ശരിയാണോ എനിക്കറിയില്ല. എനിക്കത് ശരിയല്ല. പ്രദക്ഷിണ വഴി കൂടെ വേണം. പക്ഷേ പ്രദക്ഷിണ വഴി ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈശ്വരനെ മൂർത്തിനെ കാണുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഈശ്വരീയതയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈശ്വരീയത എന്ന് പറഞ്ഞാൽ ടു ബി കൈൻഡ് ടു ആൾ. അവിടെ മതസ്പർശമില്ല, ജീവജാലങ്ങളോട് വ്യത്യാസമില്ല. മയലിനോടുള്ള സ്നേഹം കോഴിയോട് വേണം, നായയോടുള്ള സ്നേഹം കോഴിയോട് വേണം. അപ്പോൾ നായനെ ആരും നമ്മളെ പ്രത്യേകിച്ച് കേരളക്കാരെ വെട്ടി നുറുക്കി കഴിക്കാറ് പതിവില്ല. എന്നാൽ നായയോട് സ്നേഹമുണ്ടല്ലോ, കോഴിയോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ കോഴീനെ കൊല്ലാൻ നമ്മൾക്ക് പിന്നെ ലൈസൻസ് ഉണ്ടോ? പശുവിനെ കൊല്ലാൻ നമ്മൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇല്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഖവിലേക്ക് എടുക്കാൻ പ്രയാസം ഉണ്ടാവും. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസം മാറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെടും. പറയാതെ കണ്ടിരുന്നാൽ എനിക്ക് ആശ്രയദോഷം ഉണ്ടാവും. അഹിംസാ പരമോ ധർമ്മ അതറിയാണ്ട് നമ്മൾ വായിച്ചിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ രജോ ഗുണവും തമോ ഗുണവുമുള്ള ആഹാരം കഴിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുത്താൽ മതി. കാരണം ചോര കഴുകിക്കളഞ്ഞിട്ടുള്ള മാംസങ്ങൾ കഴിച്ചാൽ രജോ ഗുണമാണ് ഉണ്ടാവുക. രജോ ഗുണം കൊണ്ട് ഈശ്വരീയതയെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ 10ഉം 12ഉം ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളറിയാതെ കണ്ട് ഒരു ലേശം മദ്യം കഴിച്ചു എന്ന് വരും. കാരണം എന്താ? ഓപ്പറേഷനിൽ ചോര കാണാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരു ധൈര്യം. പക്ഷേ ബോധം കെടുന്ന കൂട്ടത്തിൽ കുടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്താൽ എന്തുണ്ടാവുക? അപ്പോൾ ചെയ്യുന്ന കർമ്മം ഒന്നാമത് ഇപ്പോൾ ഒക്കെ ടാർഗറ്റാണ്. എത്ര ലക്ഷം ചിലവാക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ലക്ഷം സമ്പാദിക്കണം, ആ ടാർഗറ്റാണ്. അതിപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഡോക്ടർമാരുണ്ടെങ്കിലും അവരുടെ തലവേദന അവർക്കേ അറിയുള്ളൂ, നമുക്കറിയില്ല. പക്ഷെ ഞാനിത് പഠിച്ചത് പലരും സിനിമ കണ്ടും കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും പാഴാക്കുന്ന സമയം വേണ്ട പോലെ ഔചിത്യത്തോടു കൂടി മുഷിയാതെ കണ്ട് ഇരുന്ന് വായിച്ച് പഠിച്ചിട്ടുള്ളതാണ് ഞാൻ. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എനിക്കതിൽ അഭിമാനമുണ്ട്. എൻ്റെ 2 കുട്ടികളെ IIT ബോംബെ റിസർച്ച് സ്കോളേഴ്സായിട്ട് PhD ഡോക്ടർ ഓഫ് ഫിലോസഫി പാസ്സായിട്ടുള്ള കുട്ടികളാണ്. എനിക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് ഒന്നും ചിലവായിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആചാര്യനായിട്ട് ഇരിക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ തുണിക്കച്ചവടം ചെയ്തിട്ടുണ്ട്, ഞാൻ ചായപ്പൊടി കച്ചവടം ചെയ്തിട്ടുണ്ട്. ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഇരുമുടിക്കെട്ട്, ശബനം, തോൾ സഞ്ചി ഒക്കെ തുന്നി കൊടുത്തിട്ടുണ്ട്. എന്തിന്? നല്ലൊരു മെഷീൻ വാങ്ങി അത് മുതലാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറി നടത്തിയിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരെന്നെ എന്നെ ഒപ്പിച്ചിട്ടുണ്ട്. 14 കൊല്ലം ഞാൻ ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ് IITയിലുള്ള ഫാക്കൽറ്റി പ്രൊഫസേഴ്സിന് വേണ്ടിയിട്ട് അതിൽ ഞാനൊന്ന് സ്റ്റഡിയായി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു തരത്തിലും കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടാണ്ട് വളർന്നിട്ടൊരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അനന്യശരണാഗതനായിട്ട് ഭഗവാനെ സേവിക്കണം എന്നുള്ളത് സാർത്ഥകമാക്കാൻ സാധിച്ചു, അർത്ഥവത്താക്കാൻ സാധിച്ചു. അനന്യശരണാഗതനായിട്ട് ഇടതും വലുതും നമുക്ക് നോക്കാൻ ആരുമില്ല. ഉണ്ട്, പേരിന് എല്ലാവരും ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അനുഭവം ഗുരു, പരമമായ ഗുരു ആത്മാവാണ്. ആ ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കെ എന്നെക്കൊണ്ട് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തിട്ട് എൻ്റെ മനസ്സിനെ ദൃഢമാക്കി തന്നിട്ടുണ്ട്. ഭഗവാൻ ഒരു താക്കീത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരോടും മമതയില്ല. എന്താണ് അർത്ഥം? ഭഗവാൻ ആർക്കും ഫേവറും അല്ല, ഭഗവാൻ ആർക്കും എഗൻസ്റ്റും അല്ല. അപ്പം ഞാൻ പറയണു, ഭഗവാൻ എന്നെ കൃപാകടാക്ഷം ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ട്?
ഭഗവാന്റെ വചനങ്ങളെ അർത്ഥവത്താക്കി ഞാൻ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഭഗവാന്റെ റൈറ്റാണ് എന്നെ സംരക്ഷിക്കുക എന്നുള്ളത്. എൻ്റെ റൈറ്റ് ഭഗവാൻ സംരക്ഷിക്കണം എന്നുള്ളത് എൻ്റെ റൈറ്റാന്ന് ഞാൻ പറയില്ല. അത് ഭഗവാന്റെ റൈറ്റായിട്ട് മാറ്റണം. ഞാൻ നിഷ്കാമനായിട്ട് നിങ്ങൾക്ക് ഈ സംഖ്യകൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഉണരും. നിങ്ങളുടെ മനസ്സ് പുറത്തു പോവാതെ കണ്ട് ഏകാഗ്രതയോടുകൂടി ഈശ്വര പാതാരവിന്ദത്തിൽ രമിക്കാൻ തുടങ്ങിയാൽ ആ ആനന്ദത്തിൻ്റെ 1/6 എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ 1/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100നെ 6 കൊണ്ട് ഹരിച്ചാൽ, അല്ലെങ്കിൽ 100 ആവണമെങ്കിൽ അല്ലേ എത്ര ആൾക്കാരുണ്ട്? ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുള്ള്നെസ്, ഞാൻ പൂർണ്ണനാണ്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ അവശേഷിക്കുന്നത് പൂർണ്ണം എന്ന് ശാന്തി മന്ത്രം പറയണം അല്ലേ. അപ്പോൾ എനിക്ക് ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള ശ്രോതാക്കളെ കേട്ട് അഭിരുചിയോടുകൂടി നിങ്ങളുടെ മാനസികാവസ്ഥയെ ആനന്ദിപ്പിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ആനന്ദ അമൃതം പാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് ആസനത്തിന്മേലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിന്മേലിരിക്കുന്ന, അല്ലെങ്കിൽ പീഠത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ പലകയിൽ ഇരിക്കുന്ന. അപ്പോൾ ചിലവർ വിളക്ക് വയ്ക്കുമ്പോൾ വിളക്കിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റോ ഒരു കഷ്ണം ഇലയോ വെക്കാതെ കൊണ്ട് വെക്കരുത്. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കുമ്പോൾ അതിനൊരു പീഠമില്ലാതെ കൊണ്ട് നിങ്ങൾ ചെയ്യരുത്. അതിന് ബഹുമാനിക്കണം. നിലത്ത് വെക്കരുത്, ഡയറക്റ്റായിട്ട് നിലത്ത് വെക്കരുത്. അപ്പോൾ നൈമിഷാരണ്യത്തിൽ, അപ്പോൾ ഈ നൈമിഷാരണ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അറിയണം, അല്ലെങ്കിൽ മോശം. ഈ ഒരു സന്ദർഭത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാണ് അറിയാം. അപ്പോൾ കലികാലം തുടങ്ങിയപ്പോൾ ഋഷീശ്വരന്മാർ എല്ലാവരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. ഞങ്ങൾക്ക് ശാശ്വതമായ രീതിയിൽ കലിബാധ ബാധിക്കാതെ കണ്ട് സ്വസ്ഥമായി ശാന്തിയായി സമാധാനമായി തപസ് ചെയ്യാൻ പറ്റിയ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ചക്രം എടുത്തു. ഈ ചക്രത്തിന് സംസ്കൃതത്തിൽ പറയുക നേമീന. നേമി. ആ ചക്രം ഉരുളാൻ തുടങ്ങി. ഇദ്ദേഹം ഉരുട്ടി വിട്ടു. അത് പോയി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ചുറ്റി വീണ് പൊടിപടലായിട്ട് പരന്നു. ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ നിന്നൊരു വള ഊരി താഴ്ത്ത് വീണാൽ പെട്ടെന്നത് നിലത്തിരിക്കുമോ? ഇല്ല. അതെന്ത് ചെയ്യും? അത് കുറച്ച് നേരം ഇങ്ങനെ വട്ടം ചുറ്റി അതിൻ്റെ സ്പീഡ് കൂടി ടക്കനെ ഇരിക്കും. അപ്പോൾ ബ്രഹ്മാവ് അയച്ച ചക്രം വലിയ ചക്രമായിരുന്നു. അത് നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി തരിപ്പണായി. അതൊരു കാടായി മാറി. അതിനാണ് നൈമിഷ്യ ആരണ്യം എന്ന് പറയും. ആരണ്യം. ഈ ചക്രം പൊടിപടലായിട്ടുള്ളത്. എന്നിട്ട് ബ്രഹ്മാവ് പറയാണ്, ഇവിടെ കലി ബാധിക്കില്ല. അത് കഥയിൽ. അതിൻ്റെ താത്വിക വശം എന്താ? നമ്മുടെ ഉള്ളിലൊരു ചക്രമുണ്ട്, ഷടാധാരങ്ങളല്ല. അത് ഭാവനയിലാണ്, സാങ്കല്പികമാണ്, സൂക്ഷ്മാവസ്ഥയിലാണ്. എന്നാൽ മനസ്സാകുന്ന ചക്രം അത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ വിവാഹം പ്രായമാകുമ്പോൾ കാണുന്നവരൊക്കെ വിവാഹം ചെയ്താൽ തർക്കമില്ല തോന്നും. കാരണം എന്താ? അറിവില്ല. കണ്ണിന് ബോധിച്ചവരനൊക്കെ ഭാര്യയും ഭർത്താവാക്കും ആൾക്കാർ. കുറേ ആൾക്കാരുടെ ഫോട്ടോ വാങ്ങി പേഴ്സിൽ വയ്ക്കും, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഇടയിൽ വയ്ക്കും. അച്ഛനും അമ്മയും അറിയാണ്ട് ചിലപ്പോൾ അതിനെ ഉമ്മ വെച്ചു എന്ന് വരും. അപ്പോഴാവും അവരുടെ ബ്രോക്കർ വന്നിട്ട് പറയുക, അല്ല അവർക്കേ ഇതിനും കാട്ടിലും ഒന്നും നല്ലത് കിട്ടിയിട്ടുണ്ട് അത്രേ. അപ്പം എന്തായി? നമ്മൾ ഈ ഉമ്മ വെച്ചതും ഈ മനസ്സിൽ സ്ഥാപിച്ചതും വെറുതെയായി. വളരെ ദുഃഖഭാരത്തോടു കൂടി പ്രാവീട്ട് ഈ ഫോട്ടോ ബ്രോക്കർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒന്നും നടക്കണില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നിനെ പോയി കോംപ്രമൈസ് ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും,
ഇയാൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇയാൾ എന്താ ചെയ്തത്? ഇയാൾ ഇങ്ങനെ ആയിരിക്കില്ലേ? അല്ല, ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഡ്യൂ ടു കമ്പൽഷൻ എക്സ്ചേഞ്ച് മാരേജ് നടക്കേണ്ടി വന്നത്. എക്സ്ചേഞ്ച് മാരേജ് ഒന്നും മാറ്റക്കില്ല. അതിന് കാരണം എൻ്റെ അച്ഛനും അമ്മയും ഇൻ്റർകാസ്റ്റ് മാരേജ് ആകുമ്പോൾ കുട്ടിക്കാലത്ത് ബ്രാഹ്മണനെ കൊടുക്കേണ്ടത് നായരക്ക കൊടുക്കേണ്ടത് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ എൻ്റെ മേലുള്ള ചേട്ടനും ചേച്ചിയും എക്സ്ചേഞ്ച് മാരേജ് ചെയ്തു. പിന്നെ എൻ്റെ ചാൻസാണ്. അപ്പോൾ ബോംബെയിൽ എനിക്ക് നല്ലൊരു പ്രപ്പോസൽ ഒരാണിൻ്റെ കിട്ടി എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട്. സംസാരിച്ചപ്പോൾ തർക്കടില്ല. എന്താ തർക്കടില്ല? വർത്തമാനം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇയാൾ ഏത് നിലയിലും എൻ്റെ പെങ്ങളെ സംരക്ഷിക്കുന്നുള്ളത്. അങ്ങനെ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായി എന്നെ പറ്റിയിട്ട്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് എൻ്റെ സിസ്റ്റർ എൻ്റെ ഒപ്പം താമസിക്കുന്നുണ്ട് ബോംബെയിൽ. 10x10 റൂമിൽ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട്. അത് ബോംബെയിൽ പോയിട്ടുള്ളവർക്ക് അതിനൊക്കെ പറ്റി അറിയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 81 1981. ചായയൊക്കെ കൊടുത്തു. എന്താ എൻ്റെ അഭിപ്രായം, ഏട്ടൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശരി, ഓക്കെ എന്ന് ഞാൻ കൈ കൊടുത്തു ഇയാൾക്ക്. അപ്പോൾ ഇയാൾ പറയാൾ, താൻ വീട്ടിൽ പോയി എൻ്റെ പെങ്ങളെ നോക്കിയിട്ട് വേണം. അപ്പം ഞാനൊരു വാക്ക് പറഞ്ഞു, അത് ഇനി കയറും കുട്ടിയും കൂടി ആണെങ്കിൽ അയാൾ തൊളാ പറഞ്ഞു. അത് പറയാനുള്ള ധൈര്യം എനിക്ക് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ചുരുക്കി പറയാം, കഥ ചുരുക്കാം. ഞാൻ താലി കെട്ടുന്ന സമയത്ത് അവരെ കാണുന്നത്. ഇപ്പം ഞങ്ങൾക്ക് 43 വർഷം കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. അവളിൽ എനിക്ക് 2 കേവന്മാരായിട്ട് 2 മക്കൾ, അല്ലെങ്കിൽ ഒരു കേമത്തി ഒരു കേമനും. ഇതെങ്ങനെ സാധിക്കണത്? കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ മനസ്സ് ശിഥിലീഭവിച്ചു എന്ന് ഞാൻ പറയില്ല, ശില പോലെ ആയി എന്നുള്ളത് ഞാൻ പറയാം. അതിന് കാരണം എന്താ? ഈശ്വര കഥകൾ. പിന്നെ ഞാൻ ഈ പട്ടാമ്പി അമ്പലം എന്ന് പറഞ്ഞത് ഊട്ടുവര എന്നുള്ള പേരിൽ അറിയപ്പെടുക. വരുന്നവർക്കൊക്കെ ആഹാരം കൊടുക്കും. പിന്നെ രാത്രി കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് പുല്ലുവായ, അത് കഴിഞ്ഞാൽ തഴപ്പായ, അത് കഴിഞ്ഞാൽ പായ ഉണ്ടാവില്ല. അപ്പോൾ ചിലവർക്ക് തലയണ, അല്ലെങ്കിൽ പലക, അല്ലെങ്കിൽ നാളികേരം പൊളിച്ച ചകിരി ചാക്കിലാക്കിയിട്ട് കൊടുക്കും തലയണയ്ക്ക് വേണ്ടിയിട്ട്. അത് ശുശ്രൂഷയാണ്, സേവയാണ്. സേവ, ബ്രാഹ്മണരെ സേവിക്കുക. അന്ന് ബ്രാഹ്മണര് അവധൂത ധർമ്മത്തിൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിച്ചക്കാരല്ല അവർ. അവരുടെ സ്വത്തുവകകൾ ക്ഷേത്രങ്ങളാക്കി മാറ്റിയിട്ടും ട്രസ്റ്റുകളാക്കി മാറ്റിയിട്ടും, ശരിക്കും പറഞ്ഞാൽ തീർത്ഥാടനം ഒന്നുമില്ല കയ്യിൽ, നടന്നു പോവുകയാണ്. അപ്പോൾ ഈ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ കൊളത്തൂർ ഒരു പേര് കേട്ട പിന്നെ എന്താ പറയുക വാര്യന്മാർ, അവർ നമ്പൂതിരിമാരെ വെച്ചിട്ട് അഗ്രശാലയിൽ വരുന്ന ബ്രാഹ്മണർക്ക് അന്നം കൊടുത്തിരുന്നൊരു കാലമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് അടുത്ത് ഈ കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് വടക്കൻകര മന, അവിടെ എത്ര ആൾ പോയാലും ആഹാരം കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ കമാനത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നിലമ്പൂർ കോവിലകത്തിൻ്റെ വക, നിലമ്പൂരിനെയാണെന്ന് തോന്നുന്നു, ഒരു കോവിലകം ഉണ്ടായിരുന്നു, അവിടെ ആഹാരം കൊടുത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പടിഞ്ഞാറേമഠം ദേവസ്വം വരുന്നത്. അവിടെയും കൊടുക്കാൻ തുടങ്ങി. അവിടുന്ന് പുഴ കടന്നാൽ ദേശമംഗലം മനയായി. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ദേശമംഗലം മണ്ണയുടെ പിന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രവും കോളും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പൂമുള്ളി മന. അങ്ങനെ അവർക്കറിയാം ഓരോ മനയിലും മന എവിടെയാണ്, അവിടെ സൗകര്യം എന്തൊക്കെയുണ്ട്, അവിടുത്തെ അച്ഛൻ നമ്പൂരുടെ അകത്തുള്ള ആളുടെ അമ്മാത്തള എന്നൊക്കെ പറയും, അവരുടെ പിറന്നാൾ എന്നാണ്, ശതാഭിഷേകം എന്നാണ്, ശ്രാദ്ധ ദിവസം എന്നാണ് എന്നൊക്കെ അവർക്ക് റെഡി റെക്കണറാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു 65 കൊല്ലം മുമ്പത്തെ കേരളത്തിലത്തെ രീതിയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ രീതിയായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ബ്രാഹ്മണ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും, ഭഗവാൻ ആരാ? ബ്രാഹ്മണനാണോ? അല്ല. ഭഗവാൻ നോർമാഡിക് ട്രൈബിൽ പ്രാകൃതന്മാരായി പശുക്കളെ മേച്ച് നടക്കുന്ന ഗോത്രവർഗത്തിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. അവർക്ക് രാജഭരണത്തിന് അധികാരമില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനോ ബലരാമസ്വാമിയോ രാജാവ് ആവാതെ കണ്ട് ഉഗ്രസേന മഹാരാജാവിൻ്റെ സേവകന്മാരായിട്ട് നിന്നു. ഇതൊക്കെ പഠിക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ചക്ക വീട്ടിലും കായ്ക്കും അല്ലേ? അപ്പം ഞാനിത് എഴുതിയുണ്ടാക്കിയിട്ടല്ലല്ലോ പറയണത്. എഴുതിയുണ്ടാക്കിയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യരെ പല ഡൈമെൻഷനിലുള്ളവർ, അന്നൊക്കെ ഈ ബ്രാഹ്മണർക്ക്, നമ്പൂതിരിമാർക്ക് പ്രത്യേകിച്ച് മൂത്രം ഒഴിച്ചാൽ ശൗചം വേണം നിർബന്ധം. അപ്പോൾ ചിലവർക്ക് പുഴയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല പ്രായാധിക്യം കൊണ്ട്. അപ്പോൾ എന്തു ചെയ്യും? ഒരു 3 അടി നീളമുള്ള ഒരു പുളിയുടെ വടി കയ്യിൽ വയ്ക്കും. ഒരു തലയിൽ അദ്ദേഹത്തിനോട് പിടിച്ചോളാൻ പറയും, ഒരു തല ഞാൻ പിടിക്കും. എന്നെ നേരിട്ട് പിടിക്കാൻ പാടില്ല, കാരണം അദ്ദേഹം നമ്പൂരിയാണ്, ഞാൻ നായരാണ്. അപ്പോൾ 1-2 പടിയായിട്ട് മൂത്രമൊഴിക്കാനുള്ള സ്ഥലത്തേക്ക് ചെരിച്ച് നിർത്തുക. എന്നിട്ട് ഞാൻ കടവത്ത് കണ്ണൻ ചിരട്ടയിൽ വെള്ളം ഇട്ടിങ്ങനെ ടാപ്പ് ഈ നടുവിരലുകൊണ്ട് ഓട്ടങ്ങനെ അടച്ച്, അപ്പോൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അവർ കൈ കാണിക്കാൻ നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കും. അവർ ശൗദിച്ചിട്ട് കൈ ഇങ്ങനെ കാണിക്കും, തലയിൽ തൊടില്ല, നന്നാവും ഇട്ടുവന്ന്. അന്ന് ഞാൻ ബാലിഷായിട്ട് ട്രൗസർ ഇട്ടൊക്കെ നടക്കുന്ന കാലത്ത് എനിക്കിതിൻ്റെ അർത്ഥം അറിയില്ല, നന്നാവും ഇട്ടുവന്ന്. പക്ഷേ എത്ര ആളാ നന്നാവും ഇട്ടോ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായി എന്നുള്ളത് ഈശ്വരൻ, ഞാൻ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുകയാണ് നന്നായി. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനവസ്ഥ, അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ബ്രാഹ്മണരെ സേവിച്ചതിൻ്റെ ബലാണ്. അപ്പോൾ ഭഗവാൻ ബ്രാഹ്മണന്മാരെ നമസ്കരിക്കണം. കഥയിൽ നിങ്ങൾക്ക് കാണാം. ഏതൊക്കെ സന്ദർഭത്തിൽ ദ്വാരകയിൽ അല്ലെങ്കിൽ മധുരയിൽ ബ്രാഹ്മണർ വന്നാൽ ഭഗവാൻ നീച്ചു നിൽക്കും. കുചേലൻ്റെ കാല് കഴുകിയ വെള്ളം തീർത്ഥമായി തൻ്റെ മൗലിയിൽ ശിരസിൽ തളിച്ച് കുടിച്ചു അദ്ദേഹം. കാരണം എന്താ? ബ്രാഹ്മണ ഭക്തി, ബ്രാഹ്മണ്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ അധികം സംസാരിക്കണില്ല. അപ്പം ഇവിടെ പീഠത്തിൽ ഇരുന്ന് മഹാബുദ്ധിശാലിയായ സൂതൻ ബ്രാഹ്മണനാണോ? അല്ല. അപ്പോൾ കഥ പറയുന്ന ആളെ ചാക്യാന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ചാക്യാർ നമ്പൂതിരി ആണോ? അല്ല. അതിലൊരു വകഭേദം. സൂതൻ ചാക്യാരായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം മഹാബുദ്ധിശാലിയായ സൂതനെ നമസ്കരിച്ചിട്ട് ശുഗപുത്രനായതുകൊണ്ട് ശൗനകനെന്ന സുപ്രസിദ്ധനായ ബ്രാഹ്മണൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? കഥകളിൽ നിന്ന് ലഭിക്കുന്ന മാധുര്യമാകുന്ന അമൃതത്തെ ആസ്വദിക്കുന്നതിൽ എന്താണ് ഈ കഥയുടെ രസം? എന്താണ് അമൃതം? എന്താ അമൃതം എന്ന് പറഞ്ഞാൽ? മരണമില്ലാത്തത്. ആർക്ക്? ആത്മാവിൽ രതി ഉണ്ടായാൽ പിന്നെ പുനരഭിജനനമില്ല. ആത്മാവിൽ രമിക്കാതെ കണ്ട് കള്ളിലും ചീട്ടുകളിലും പന്തയത്തിലും ബിസിനസ്സിലും നമ്പർ 2 പൈസയിലും രമിച്ചാൽ എത്ര കാലം വേണമെങ്കിലും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ കൈ ശുദ്ധമായിരിക്കണം. അലക്സാണ്ടർ ദി ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോട് പറയണ്ടായി, ഞാൻ പല രാജ്യങ്ങളും പിടിച്ചടക്കി ഞാൻ ചക്രവർത്തിയായിട്ട് പലവരേനും ശിക്ഷിച്ചും രക്ഷിച്ചും ഞാൻ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശവമഞ്ചത്തിന് 2 ഭാഗത്തും 2 കൈകളുണ്ടായിരിക്കും, 2 ദ്വാരങ്ങളുണ്ടായിരിക്കണം. ആ ദ്വാരത്തിൽ കൂടെ എൻ്റെ 2 കൈകളും പുറത്തേക്ക് ഇടണം. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ എന്തെല്ലാം വെട്ടിപ്പിടിച്ചുവോ അതെല്ലാം പ്രജാസേവനത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ മരിച്ചു പോകുമ്പോഴും ഞാനതൊന്നും കൊണ്ടുപോകണില്ല. എത്ര ഉദാത്തമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ആ ഉപദേശം എല്ലാവരും, കുറേ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാർ പറയും മരിച്ചാൽ 6 അടി മണ്ണ് പോരെ. പക്ഷേ 1 ഇഞ്ച് സ്ഥലം ഭാഗം കിട്ടുമ്പോൾ
വിട്ടുകൊടുക്കില്ല. പിന്നെ പറയും അച്ഛന് മക്കളോട് എല്ലാവരോടും ഒരേപോലെ സ്നേഹമായിരുന്നില്ല. എനിക്ക് പാറഭാഗമാണ് കത്തുള്ളത്. കാക്കുന്ന മാവ് അവൾക്ക് പെട്ടു, എനിക്ക് കാക്കാത്ത പുളിയാണ് കിട്ടിയത്. ഈ പറയുന്ന ആൾക്കാർ ദാരിദ്ര്യമുള്ള സമയത്ത് മഴക്കാലത്ത് ചാക്കിൻ്റെ ഉള്ളിൽ 2 കുട്ടികളും കാലിട്ടിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നവരാണ്. വിവാഹത്തിന് ശേഷം അച്ഛനോ അമ്മയോ മരിക്കുമ്പോൾ ഭാഗം വയ്ക്കുമ്പോൾ കുട്ടികളുടെ മക്കൾ ഒരാൾ മഴുത്തായി എടുക്കും, ഒരാൾ കൈക്കോട്ടിൻ്റെ താഴെ എടുക്കും, ഒരാൾ പിക്കാസ് എടുക്കും, ഒരാൾ കൊടുവാളെടുക്കും. ഞാൻ പൊതുവെ കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. കാരണം എന്താ, അതിൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ വേറെ സന്ദർഭത്തിൽ പറയാം. അപ്പോൾ എൻ്റെ കഥകൾക്ക് കമ്മിയില്ല, കഥകൾ ധാരാളമുണ്ട്. ആ കഥകളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഞാൻ ഇതേപോലെ ചിരിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരിനാമകീർത്തനം അല്ല ഹരിയെ പറ്റി നാമം ചെല്ല. എനിക്കൊരു പദ്യം ഞാൻ ബൈഹാർട്ട് പഠിക്കില്ല, എനിക്കതിന് ആവശ്യമില്ല. ഞാൻ വിളിക്കുന്ന ഭഗവാന്റെ ഊർജം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നാമം ചെല്ലുന്നതിൻ്റെ ആ പ്രക്രിയയുടെ ഗുണം എന്താണെന്ന് ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, ചെല്ലുന്ന നാമത്തിൻ്റെ അധികാരി ആരാ, ആ അധികാരിയുടെ ഗുണഗണങ്ങൾ എന്നിലേക്ക് വരുന്നുണ്ടോ, ശാന്തത എനിക്ക് വരുന്നുണ്ടോ, യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. ആരും എന്നെ നായിൻ്റെ മോനെന്ന് വിളിച്ചാൽ ഞാൻ പ്രതികരിക്കില്ല. എനിക്കത് സഭയിൽ പറയാൻ മടിയില്ല. കാരണം എന്താ, ഞാൻ ആരുടെ മകനാണ് എനിക്കറിയാം. അദ്ദേഹത്തിനെ ഞാനൊരു ഋഷിതുല്യനാക്കി നിങ്ങളുടെ മുമ്പിൽ പരിപാടികൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറയണം. കാരണം എന്താ, എനിക്ക് കഥ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ നമ്മുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മളാണെങ്കിലും സഹശയനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അവർ എന്താണെന്നാ പറയുക, സൃഷ്ടിക്ക് കുട്ടികൾക്ക് വേണ്ടി കിടക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ AC മുറിയാണെങ്കിലും തട്ടിട്ട മുറിയാണെങ്കിലും ഇനി കാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നാണല്ലോ പ്രമാണം പറഞ്ഞത് ജീവൻ്റെ. ആ ജീവന്മാർ ഈ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ജനിക്കണം എന്ന് പറഞ്ഞ് കലഹിക്കും. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും, ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും, ഏത് സ്ത്രീയുടെ ആണെങ്കിലും ശരി ഏത് പുരുഷൻ്റെ ആണെങ്കിലും ശരി, ഗുണഗണങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവാൻ പോകുന്ന പ്രജയിൽ നിന്ന് ഇവർക്ക് എന്തെല്ലാം ദോഷവശങ്ങൾ അനുഭവിക്കണം, എന്തെല്ലാം സുഖവശങ്ങൾ അനുഭവിക്കണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവനെയാണ് ഉണ്ടി തള്ളിയിടുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഭക്തി പുരസരം. അപ്പോൾ ഇത് ഈ സംഭോഗം ചെയ്യാനുള്ളത് എങ്ങനെ ഭക്തി വരികയെന്ന് ചിലവർ ചോദിക്കും. അതൊരു കാമാവേശമല്ലേ? അല്ല. എന്ന് പറഞ്ഞാൽ ആരാണ് ശ്രീകൃഷ്ണാർപ്പണമസ്തു അയ്യോ എന്ന് പറയാതെ കണ്ട കാര്യം നടത്തണമെന്നാണ്. അയ്യോ എന്നുള്ളത് വായിൽ നിന്ന് വരരുത്. സ്ത്രീക്കും വരാൻ പാടില്ല, പുരുഷനും വരാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ ഭാഗവതാണോ പറഞ്ഞത്, അതോ സ്കൂളിലെ സെക്സ് ക്ലാസ് ആണോ എടുക്കണത്? അല്ല, ഞാൻ സെക്സ് ക്ലാസ് അല്ല എടുക്കണത്. അപ്പം അത്രയും ട്രാൻസ്പാരൻ്റ് മനസ്സോടുകൂടി വേദത്തിൽ പറഞ്ഞതും ഉപനിഷത്തിൽ പറഞ്ഞതും ഇതിഹാസത്തിൽ പറഞ്ഞതും പുരാണങ്ങളിൽ പറഞ്ഞതുമായ കാര്യങ്ങളിൽ കൂടെ സ്ത്രീയും പുരുഷനും ഒരേ ചിന്തയോടുകൂടി ഉണ്ടാവുന്ന പ്രജ നന്നാവണം, ഓട്ടിസം ഉണ്ടാവരുത്, അല്ലെങ്കിൽ പാരാലിസിസ് ഉണ്ടാവരുത്, സമൂഹത്തിന് ഗുണവാനായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. സമൂഹത്തിന് ഗുണവാനായിരിക്കണം.
സമൂഹത്തിന് ഗുണവാനായാൽ മാത്രമേ അവന് പ്രീതികരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്ത് വേണം? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ 8, 10, 12 വയസ്സിൽ തന്നെ ഈ പുരാണങ്ങൾ വായിച്ച് ഇതേപോലെയുള്ള ടിക്ലിഷ് തിങ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സൂത്രമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലുണ്ടോ? അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? സമൂഹത്തിന് ഗുണഗണകമായി തീരുന്ന ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആവുക എന്നുള്ളതായിരിക്കണം. അതിനാണ് മാസമുറ കഴിഞ്ഞാൽ ഭാഗവതം വായിക്കണം, രാമായണം വായിക്കണം, എരിവ് കൂട്ടരുത്, അമ്പലത്തിൽ നിവേദിച്ച വെണ്ണ സേവിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇക്കുമത്ത് എന്താണ്, ഉള്ളുകള്ളി എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പരസ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. കാരണം ഞാൻ നിങ്ങളുടെ കുടുംബത്തിലൊരാളാണ്. എനിക്ക് 2 കൊമ്പില്ല. ആചാര്യൻ എന്നുള്ള പേരിൽ അറിയാൻ എനിക്ക് ആഗ്രഹമില്ല. ഇനി BBD എന്ന് വിളിച്ചോളൂ, ഭാഗവത ഭക്തദാസൻ. എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ആചാര്യം എന്നുള്ളത് എനിക്ക് അരോചകത്തെ ഉണ്ടാക്കും. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ശതമാനം സബ്ജക്റ്റിൽ നീതി പുലർത്താൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റും വേണ്ട, ഇനി അതുകൊണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയാൻ കാരണം ആസ്വദിക്കുന്നതിന് ഭാഗവതം ആസ്വദിക്കണം, ഭാഗവത രസം അനുഭവിക്കണം, വേണ്ടേ? അതിന് ശൗനകന് പ്രത്യേകമായ ഒരു സാമർഥ്യമുണ്ട് കേൾക്കുന്നവന്. അപ്പോൾ ശൗനകാദി ഋഷീശ്വരന്മാർ സൂതനെ കണ്ട് ചോദിച്ചു, ഹേ സൂത, അങ്ങ് വ്യാസമുനി തൻ്റെ പുത്രനായിരിക്കുന്ന ശുഖബ്രഹ്മവർഷിക്ക് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അത് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സൂതൻ ബ്രാഹ്മണനായിട്ടല്ലല്ലോ വ്യാസര് ഉപദേശം കൊടുത്തത്. വ്യാസരാരായിരുന്നു? വ്യാസരുടെ അച്ഛൻ പരാശര മഹർഷി. അദ്ദേഹം കടവ് കടക്കുമ്പോൾ കടത്തുകാരൻ കഞ്ഞി കുടിക്കാം കുടിലിൽ, അരമനയിലല്ല, കുടിലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായിരിക്കുന്ന വേദവതി, എന്താ വാക്കിൻ്റെ പേര്? വേദവതി. വേദം എന്ന് പറഞ്ഞ അറിവ്. അതാണ് ആ പേരിൻ്റെ. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് പേര് ഇടരുത്. എപ്പോഴും ദേവീദേവന്മാരുടെ പേര് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഭഗവാൻ ഗീതയിൽ എന്താ പറഞ്ഞത്? ക്രോധിച്ചും കൊണ്ട് നിങ്ങൾ വിളിച്ചാലും പരിഹാസ്യമായിട്ട് എന്നെ വിളിച്ചാലും ശാന്തചിത്തന്മാരായിട്ട് നിങ്ങൾ വിളിച്ചാലും ഞാൻ വിളി കേൾക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടായിരിക്കും. അപ്പോൾ പുരാണങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ക്രോധത്തിൽ ഭഗവാനെ ഉപാസിച്ചിട്ടുള്ളവർക്കാണ് ഭഗവാൻ പ്രത്യക്ഷത്തിൽ മോക്ഷം കൊടുക്കുന്നത്. അത് വിചാരിച്ച് നമ്മളങ്ങനെ ആവണ്ട. അപ്പോൾ ഇവിടെ സാമർഥ്യം. അപ്പോൾ ഈ കഥയിൽ ഈ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദ്രോണാചാര്യ ഭേദഭാവന കാണിച്ചു. എന്താ കഥ? ഏകലവ്യൻ പറഞ്ഞിട്ട് ഒരു കാടൻ, അല്ലേ, ഈ കാട്ടിലെ ആദിവാസി ബാലൻ അദ്ദേഹത്തെ പോയി നമസ്കരിച്ചിട്ട് പറഞ്ഞു, എന്നെ ധനുർവിദ്യ പഠിപ്പിച്ചാൽ തർക്കടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും മാത്രമേ ഞാൻ പഠിപ്പിക്കുള്ളൂ പറഞ്ഞു. അത് കഥയാണ്. അപ്പോൾ ആ ദ്രോണാചാര്യർ എന്നുള്ള ക്യാരക്ടറെ വ്യാസഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന വൈകൃത സ്വഭാവങ്ങൾ ശ്രോതാക്കൾ മനസ്സിലാക്കി ആ തെറ്റുകളെ ആവർത്തിക്കരുത് എന്നുള്ളത് ആരെ പറഞ്ഞിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നുണ്ടോ? അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് ആൾക്കാർ പറയുന്നില്ല? അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്കെന്താ ആവശ്യം? അതിലെനിക്ക് ശാന്തിയും സമാധാനമുണ്ട്. ആ കഥയുടെ അന്തസത്ത നമ്മൾ മനസ്സിലാക്കി നോക്കൂ. കാലക്രമത്തിൽ എന്താ ഉണ്ടായത്? ഏകലവ്യൻ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് കാട്ടുപൂക്കളെ കൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കി ഹാരാർപ്പണം ചെയ്ത് ആ കാട്ടുപൂക്കളെ കൊണ്ട് പൂജിച്ച് ആ പ്രതിമയ്ക്ക് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് സ്വയം അഭ്യസിച്ചു. സ്വയം അഭ്യസിക്കണേനാണ് സ്വാധ്യായ
പ്രതിബോധിതാം ഇല്ലേ, സ്വാധ്യായം സ്വയമായിട്ട് പഠിക്കുക. ആ സ്വയമായിട്ട് പഠിക്കണ സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞു. അപ്പോൾ 100 ഈ കൗരവരേനെയും പഠിപ്പിക്കുന്നുണ്ട്, ക്ഷത്രിയന്മാരെന്നുള്ള നിലയ്ക്ക് പാണ്ഡവന്മാരേനും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനോട് ഇദ്ദേഹത്തിനൊരു പ്രത്യേക താല്പര്യം ഉണ്ടായി. അങ്ങനെ ആ അർജുനൻ്റെ കയ്യും പിടിച്ച് ആരുമില്ലാത്ത ഭാഗത്തു കൂടെ ഇവർ രണ്ടാളും നടക്കുകയാണ്. ഈ നടക്കുമ്പോഴാണ് ഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കുക. എന്തിനാ ഈ ഗൂഢം എന്ന് പറയാൻ കാരണം ഒരു വ്യക്തിനെ ട്രയൽ ആൻഡ് എററിൽ പരീക്ഷിച്ചതിൻ്റെ ശേഷം വിദ്യ പറഞ്ഞു കൊടുക്കാവൂ എന്നാണ്. അപ്പോൾ ചോദ്യോത്തരവേളയിലാണ് ചോദ്യോത്തരമായിട്ടുള്ള പ്രക്രിയയിലാണ് പുരാണങ്ങൾ എഴുതിയിട്ടുള്ളത്. ഒരാൾ ചോദിക്കും, അതിന് ഉത്തരം പറയും. അപ്പം ഞാൻ ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ ചോദ്യങ്ങൾ സൃഷ്ടിക്കും, ഞാൻ തന്നെ അതിന് ഉത്തരം പറയും. അപ്പം ഞാൻ നിങ്ങളെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ ആരെയാണ് കാണുന്നത്? ഞാൻ കാണുന്നത് ക്യാമറയിൽ സൂക്ഷ്മമായിട്ട് വൈഷ്ണവ ചിത്തന്മാരെ, എൻ്റെ ഗുരുനാഥനെ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതിൽ പ്രതിബിംബിക്കുന്നുണ്ട്. എനിക്ക് ജന്മം തന്ന അച്ഛനെ, അദ്ദേഹം 74 മരിച്ചു, 50 കൊല്ലമായി. പക്ഷേ അദ്ദേഹത്തിനുള്ള അർച്ചനാപുഷ്പങ്ങളായിട്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. കാരണം എന്താ? അദ്ദേഹം അത്രയും മഹാനായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ മഹാനാവണത് എങ്ങനെയാണ്? മാതൃദേവോഭവ എന്താ ആദ്യം വന്നത്? പിതൃദേവോഭവ എന്നെന്താ രണ്ടാമത് വന്നത്? അപ്പോൾ അച്ഛൻ ഓരോരുത്തരുടെയും അച്ഛൻ എന്ത് തന്നാലും തന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് അച്ഛനെയും അമ്മയെയും ഗുരുനാഥനെയും ദേവത്വം കൊടുക്കേണ്ടത് അവരുടെ ആവശ്യമില്ല, നമ്മുടെ ആവശ്യമാണ്. എൻ്റെ അമ്മ വ്യഭിചാരിണിയാണെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവരെ ദേവതാരൂപത്തിൽ കാണേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. അപ്പോൾ അച്ഛനെയും ഗുരുനാഥിനൊക്കെ ദേവതാരൂപത്തിൽ കാണണം. അതിനുള്ളൊരു കഥയുണ്ട് അച്ഛൻ്റെ പിതൃത്വത്തിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് എന്നുള്ളത്. അത് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് കഥ പറയാനുള്ള സന്ദർഭം പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭേദഭാവന പാടില്ല എന്നുള്ളത്. ആ ഭേദഭാവനയ്ക്ക് കാരണം ഏകലവ്യൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ അർജുനനെയും കൂട്ടി പോണ സമയത്ത് ഒരു പന്നീനെ കണ്ടു. പന്നിയെ കണ്ടപ്പോൾ അർജുനനോട് പറഞ്ഞു, അമ്പയക്കാൻ പറഞ്ഞു. അർജുനൻ അമ്പ് എയ്തു. അതേ സമയത്ത് തന്നെ ഏകലവ്യന് നടന്നു വരുന്നുണ്ട്. ഇദ്ദേഹം 1ന് 4 ഇരട്ടിയായിട്ടാണ് കൊണ്ടത്. പടപടയെന്ന് പടയെന്ന് ഒരു ശര അയച്ചുള്ളൂ 4 എണ്ണം. അല്ല, പട്ടേന്ന് 10 എണ്ണം അയച്ചു, 40 എണ്ണം. പക്ഷേ അർജുനൻ അയച്ചതിൻ്റെ ഇരട്ടിയാണ് ഏകലവ്യൻ അയച്ചത്. എത്ര? അർജുനൻ 1 ആണെങ്കിൽ 4 എണ്ണം കൊള്ളുമ്പോൾ എത്രയാവും? അയാൾ ചെയ്യണത് 8 എണ്ണം. അർജുനൻ 8 എണ്ണം ആണെച്ചാൽ അതിൻ്റെ 8 ഇരട്ടിയാണെങ്കിൽ ആ എമൗണ്ടിൻ്റെ 8 ഇരട്ടിയാണ് ഏകലവ്യൻ. അപ്പോൾ ദ്രോണാചാര്യർക്ക് ഒരു കാര്യം മനസ്സിലായി. അർജുനൻ നാളെ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഉണ്ടായാൽ ഏകലവ്യൻ പ്രതിപക്ഷത്താണെങ്കിൽ അർജുനനെ ജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കോമൺ സെൻസ് ദ്രോണാചാര്യർക്ക് മനസ്സിലായി. ദ്രോണാചാര്യർ എന്താ ചെയ്തത്? ദ്രോണാചാര്യ ഏകലവ്യനെ വിളിച്ചു. വരൂ മോനെ, നമസ്കാരം, താൻ ആരുടെ മകനാ, എന്തൊക്കെയാ വർത്തമാനം പറഞ്ഞപ്പോൾ പൂർവ്വ വൃത്താന്തമൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് നമസ്കരിച്ചിട്ടുണ്ട്, അങ്ങ് എന്നെ ശിഷ്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങയല്ലാണ്ട് വേറൊരാളെ ഗുരു ആക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങയുടെ ഒരു വിഗ്രഹം മണ്ണുകൊണ്ടുണ്ടാക്കി അതിനെ പൂജിച്ചിട്ട് ശീലിച്ചതാണ് ഇത് പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യർക്ക് ഒരു കുബുദ്ധി തോന്നി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഗുരുവായി ശിഷ്യനായിട്ട് സ്വീകരിക്കണം, പക്ഷേ എനിക്ക് ഗുരുദക്ഷിണ തരണമെന്നായി. ഓ തരാം, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് മനസ്സിലായി, അസ്ത്രം വലിച്ച് ചെവി വരെ വലിക്കണം,
അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും ഒരു ഇടത്തെ കോട്ടണം, അത് കാരണം എനിക്കത് പറയാൻ വയ്യ. ഏത് കയ്യിലാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ഇടത്തെ കയ്യിലാണ് പിന്നെ ധനുസ് പിടിക്കുക. അപ്പോൾ വലത്തെ കയ്യിലാണ് ധനുസ് പിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് ഈ ഈ ഈ വില്ലിൻ്റെ ആകൃതി ഞാൻ നിങ്ങൾക്കറിയുമല്ലോ. അപ്പോൾ അത് പിടിച്ച് വലിക്കണം. അത് പിടിച്ച് വലിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കയ്യെ ഒരു കൈ മുന്നോട്ടും ഒരു കൈ പിന്നോട്ടും വരണം, വേണ്ടേ? അപ്പോൾ ഈ അസ്ത്രത്തിൻ്റെ തൂവലുണ്ട്, ആ തൂവല് ശരാസനത്തിൽ ഇരുത്തണം എന്ന്. എന്താ ശരാസനം എന്ന് പറഞ്ഞാൽ? ഞാണെന്ന് അർത്ഥം. ശരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പ്, അമ്പിൻ്റെ തൂവല് ഈ വില്ലിൻ്റെ ഞാണുമ്പിലിരിക്കണം. അപ്പോൾ ശരാസനം രാമായണത്തിൽ വരും. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ ശരാസനം തൂവല് ഇരിക്കുന്ന ഭാഗം ഞാണ്, അവിടെയാണ് അഭിമന്ത്രിക്കുക. അപ്പോൾ ഈ തള്ളവിരലില്ലാതെ കണ്ട് അസ്ത്രം വലിക്കാൻ പറ്റില്ല. ആ തള്ളവിരൽ മുറിച്ച് തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര ആൾക്കാരെ കഥ മനസ്സിലാക്കി എനിക്കറിയില്ല. ഏകലവ്യൻ ഒരു ഇലയെടുത്ത് വെള്ളം തളിച്ച് ശുദ്ധി വരുത്തി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് തൻ്റെ ഒരു കൈ കൊണ്ട് അദ്ദേഹം ചോദിച്ച വിരലിനെ മുറിച്ചു കൊടുത്തു. എന്തായി ഇപ്പോൾ കഥ? എന്തായി കഥ? മഹാഭാരതം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകൃഷ്ണനെയും അർജുനനെയും നമ്മുടെ സ്മരണത്തിലുണ്ടാവും. പക്ഷേ ഈ കഥയുടെ അന്തരംഗം മനസ്സിലാക്കിയിട്ടുള്ള കൊച്ചു ഹൃദയമുള്ള എനിക്ക് അർജുനനെ പോലെ തന്നെ ഏകലവ്യൻ കേമനാണ്. എന്താ കാരണം? ആർക്കാ ഈശ്വരാനുഗ്രഹം ജാസ്തി? ഏകലവ്യന. ഏകലവ്യൻ അവിടെ മാത്രമേ മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അത് മതി. അദ്ദേഹം ചെയ്ത കർമ്മം അദ്ദേഹത്തിന് കീർത്തി കൊടുത്തു എന്നാണ്, അല്ലേ? അതേപോലെയാണ് ഈ ഭാഗവതത്തിലെ ഓരോ കഥകളും. ആ കഥകളുടെ തീക്ഷ്ണത എന്താണ്? അതിൽ നിന്ന് ഞാൻ എന്ത് ഉൾക്കൊണ്ടു? അത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, പ്രയോഗശാസ്ത്രത്തിലേക്ക് ഞാൻ ദ്രോണാചാര്യരെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിലും, ദ്രോണാചാര്യരെ ബ്രാഹ്മണനായിരുന്നെങ്കിലും ഞാൻ ദ്രോണാചാര്യരെ ഏകലവ്യനോട് ചെയ്ത മാതിരി ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അത് എനിക്ക് ശാസ്ത്രീയമായ രീതിയിലുണ്ടാവുന്ന കീർത്തിയല്ല, എനിക്ക് അപകീർത്തിയാണ് ഉണ്ടാക്കുക. ഇതാണ് ഒരു ഏതെങ്കിലും ഒരു കഥ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമോഷകം. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താ? അതുകൊണ്ട് വേണ്ടുന്ന വിധം ചോദ്യം ചെയ്യുവാൻ സാമർഥ്യമുള്ളവനാണെന്ന് സൂചിപ്പിച്ചു. ചോദ്യം വേണ്ടതുപോലെ ആയാൽ മാത്രമേ വക്താവിൻ്റെ ജ്ഞാനം മുഴുവനും പുറമേ പ്രകാശിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞത് എന്തിനാ? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളെ എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ട് എടുത്ത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് പെട്ടെന്ന് അറിയില്ല, ഞാൻ നമ്മുടെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ പലതും, അതൊക്കെ അതിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട് റെഡി റെക്കണറായിട്ട്. റെഫർ ചെയ്തിട്ടെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ഞാൻ സർവജ്ഞനല്ല, സർവജ്ഞൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പരിമിതികൾ മനസ്സിലാക്കി വെച്ചും കൊണ്ട് ഈ ഒരു ലൈൻ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, എനിക്ക് സാധിക്കണതാണെങ്കിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും പറഞ്ഞു തരാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാളുടെ ജ്ഞാനി. ഇപ്പോൾ എൻ്റെ നാട്ടുകാർ എന്നോട് ഇങ്ങനെ ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രായവും അല്ലെങ്കിൽ ഈ 1 മണിക്കൂർ സംസാരിക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എനർജി ലെവൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് സാഹചര്യത്തിലും എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കണം. വേണ്ടേ? അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് പുറത്തെടുക്കാൻ ആ കുട്ടി മുഖാന്തരം ഈശ്വരൻ്റെ ഒരു നിയോഗമായിരിക്കുന്നു സമാധാനിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യണത്, ഈ പ്രവൃത്തി ചെയ്യണത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ 662 എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ദേവീ മഹാത്മ്യം 555 എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, രാമായണ തത്വം 95 എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ആരും കേൾക്കാത്ത ശിവഗീത പറഞ്ഞിട്ടൊരു ഒരു ഗ്രന്ഥം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുഴുവൻ. അപ്പോൾ എൻ്റെ ഉള്ള പ്രസ്താവനകൾ തെറ്റിക്കാൻ പാടില്ല ഞാൻ. ശരി, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ.
അപ്പോൾ ചോദിക്കാത്തവനോട് പറയരുതെന്നാണ് മഹാ അഭിപ്രായം. അതാണ് ചോദ്യരൂപത്തിലാക്കാൻ കാരണം. അപ്പം നിങ്ങളെ ഈ വോയിസായിട്ട് വേണ്ട എന്ന് പറയാൻ കാരണം എന്താ, എനിക്ക് എൻ്റെ ഭാഗം 100% ശരിയാക്കണം. അപ്പോൾ ചോദിക്കാത്തവനോട് പറയരുതെന്നാണ് മഹത് അഭിപ്രായം. ചോദ്യത്തിൽ നിന്ന് കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ അധികാരവിശേഷം അറിയാം. അതായത് ഇപ്പോൾ ഗ്രൂപ്പിൽ എത്ര ആളുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം. ഇത് ഇന്നിപ്പോൾ 5ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 4 എപ്പിസോഡും എത്ര മിനിറ്റ് വീതം ആണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എൻ്റെ ഡാറ്റ നോക്കിയാൽ അറിയാം, അല്ലേ? അപ്പോൾ പരിപൂർണമായിട്ട് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ നിഷേധിക്കണില്ല ആരേനും. ചിലവർ നോണ്ടിപ്പോയിട്ടുണ്ടാവും, ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. അപ്പോൾ ഇത് എന്താ കാരണം, ചോദ്യത്തിൽ നിന്ന് കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ അധികാരവിശേഷം അറിയാം. അതിനെ അനുസരിച്ച് മാത്രമേ വക്താവ് പറയുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ കാണാതെ കണ്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് അൺലിമിറ്റഡായിട്ട് പറയാം. അല്ലെങ്കിൽ ഒരാളോട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ഇൻ്റലിജൻസ് എന്താണ് അതിനനുസരിച്ചിട്ടുള്ളത് കൊടുത്താൽ മതി, അധികം വിസ്തരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഭഗവാനെ സാക്ഷിയാക്കിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഞാൻ പുറത്തേക്ക് എടുക്കും. കാരണം ഭഗവാൻ അർപ്പിക്കാൻ എനിക്ക് വേറൊന്നുമില്ല. അപ്പോൾ പറവാൻ സമർത്ഥനാണ് സൂതനെന്ന് മഹാമതി എന്ന വിശേഷണത്താൽ കാണിച്ചു. മഹാമതി, സൂതൻ മഹാമതിയാണെന്ന് പറയാൻ കാരണം സൂതന് അറിയാത്ത കാര്യങ്ങളില്ല എന്ന് ശൗനകാദികൾ മനസ്സിലാക്കി. കഥാമൃത രസാസ്വാദ കുശലൻ എന്ന വിശേഷണത്താൽ ശൗനകൻ കേട്ടു രസിപ്പാൻ സമർത്ഥനാണെന്ന് ആര് മനസ്സിലാക്കി? സൂതനും മനസ്സിലാക്കി. ഇതാണ് 2ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇനി നമ്മൾക്ക് എന്ത് വേണം? അടുത്ത ശ്ലോകം, 3ാമത്തെ ശ്ലോകം. അത് മുഴുവൻ പറയാൻ പറ്റില്ല, ശ്ലോകം എന്താണെന്നുള്ളത് പറഞ്ഞു നിർത്താം. അതിൻ്റെ ശേഷം നാളെ നമ്മൾക്കതിനെപ്പറ്റി വിസ്തരിക്കാം. ശൗനക ഉവാച, ശൗനക ഉവാച, ശൗനകൻ പറഞ്ഞു എന്നർത്ഥം. ഉവാച അപ്പോൾ ഋഷി ഉവാച. നേരെ മറിച്ച് പല ഋഷിമാരും കൂടിയിട്ട് ചില ഋഷി ഊജുഹു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഋഷിയല്ലേ ഉള്ളൂ, പല ഋഷിമാരും ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ശൗനകൻ ഒരാളാവാനും ശൗനക ഉവാച, ഭഗവാൻ ഉവാച, വിധുര ഉവാച, മൈത്രേയ ഉവാച, ഇങ്ങനെയൊക്കെ വരും. എന്താ 3ാമത്തെ ശ്ലോകം? അജ്ഞാനന്ധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. എൻ്റെ ചെവികൾക്ക് ആനന്ദാമൃതം തരുന്ന രസായനമാണ് അങ്ങ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്നുള്ള അർത്ഥമായി. അത് നാളേക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് അർത്ഥത്തിലേക്ക് പോകാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.